നോക്കാം. തർക്കത്തിൽ തട്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം. വയനാട് സീറ്റിൽ രൂക്ഷമായ അഭിപ്രായ തർക്കം പരിഹരിക്കാൻ ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസ് ചർച്ച ഇന്നും തുടരും. ആറ്റിങ്ങൽ, ആലപ്പുഴ, വടകര സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ തർക്കം. ടി സിദ്ദിഖിനെ വയനാട്ടിൽ മത്സരിപ്പിക്കണമെന്ന നിർബന്ധത്തിൽ ഉമ്മൻചാണ്ടി തുടരുന്നു. വിവരങ്ങളുമായി സന്തോഷ് സാർലിംഗ് ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. സന്തോഷ്, ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള 4 സീറ്റുകളിൽ വലിയ തർക്കം തുടരുകയാണോ കോൺഗ്രസിൽ? പ്രത്യേകിച്ചും വയനാടിനെ ചൊല്ലി AI ഗ്രൂപ്പുകൾ പരസ്യമായ ഒരു തർക്കത്തിലേക്ക് പോകുന്ന സാഹചര്യമാണോ ഇപ്പോൾ കാണാൻ കഴിയുന്നത്? വയനാടാണ് ഇപ്പോൾ വലിയൊരു പ്രശ്നമായി നിൽക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ പിടിവാശി തന്നെയാണ് ഇതിൽ പ്രധാനം. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി ആകട്ടെ ഗ്രൂപ്പിന് വേണ്ടി, അതായത് ടി സിദ്ദിഖിന് വേണ്ടി ഈ സീറ്റ് വിട്ടു തരണം എന്ന് ആവശ്യപ്പെടുന്നു. ഗ്രൂപ്പ് ആകട്ടെ അവരുടെ സിറ്റിംഗ് സീറ്റാണ്, അവരുടെ കൈവശമുള്ള സീറ്റാണ്. ഒരു കാരണവശാലും വിട്ടത്. കഴിഞ്ഞ 3 ദിവസമായി നടന്ന ചർച്ചകളിലെല്ലാം ആ ചർച്ചകളെയൊക്കെ പ്രതിസന്ധിയിലാക്കിയത് ഈ ഒരൊറ്റ വിഷയമായിരുന്നു. വയനാട് തീരുമാനിച്ചാൽ മാത്രമേ ഇനി ആലപ്പുഴ, ആറ്റിങ്ങൽ, വടകര മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയത്തിന് അന്തിമഘട്ടത്തിലേക്ക് കടക്കാൻ പോലും കഴിയുകയുള്ളൂ. ഇന്ന് ഈ നിർബന്ധക്കാരൻ ഉമ്മൻചാണ്ടി തിരിച്ച് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഡൽഹിയിൽ ഇപ്പോൾ കേരള ഹൗസിൽ എത്തിയിട്ടില്ല, പക്ഷെ ഡൽഹിയിലുണ്ട്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കും. ഇതിനിടയിൽ രമേശ് ചെന്നിത്തല മുഗൾ വാസ്നിക്കിന്റെ വസതിയിലെത്തി മുഗൾ വാസ്നിക്കുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനും കൂടി കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, AK ആന്റണി എന്നിവർ സംയുക്തമായി ഇനി ഇക്കാര്യത്തിൽ ഒരു ചർച്ച നടത്തി തീരുമാനമെടുക്കുകയാണ് അങ്ങനെയാണ് സാധ്യത. അത് മാത്രമേ എത്തുള്ളൂ. പക്ഷേ ഈ ഗ്രൂപ്പിനാണോ ഗ്രൂപ്പിനാണോ വയനാട് വേണ്ടത് എന്ന കാര്യത്തിലുള്ള തർക്കം വേണം. ആ തർക്കത്തിൽ ഒരു തീരുമാനത്തിൽ എത്തണം. ഇന്നിപ്പോൾ ചർച്ച ആരംഭിക്കുന്നതേ ഉള്ളൂ. നേതാക്കൾ പറഞ്ഞതുപോലെ ഇന്നൊരു തീരുമാനത്തിൽ എത്താനുള്ള സാധ്യത വളരെ കുറവ്. പക്ഷെ ഇപ്പോൾ തന്നെ ഏറെ വൈകി എന്ന പരാതി കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. വയനാടാകട്ടെ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായി അവർ കരുതുന്നതാണ്. അവിടെയാണ് ഇത്തരത്തിൽ വലിയ തർക്കം ഉടലെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും LDF അടക്കമുള്ള മറ്റു പാർട്ടികളൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് മേൽക്കൈ LDFന് ലഭിക്കും. എത്രയും വേഗം പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യം വരുന്നുണ്ട്. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഷാനിമോൾ ഉസ്മാന് വയനാട് നൽകിയാൽ പിന്നെ ആലപ്പുഴയിലേക്ക് ടി സിദ്ദിഖിനെ കൊണ്ടുവരണം എന്നാണ് ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നത്. അതിൽ ഇനിയൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. വടകരയിൽ വിദ്യാബാലകൃഷ്ണന്റെ പേര് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്നലെ പറഞ്ഞുവെങ്കിൽ പോലും അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. കാരണം ഒരു ദുർബല സ്ഥാനാർത്ഥിയാണ് വിദ്യ എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പൊ അതിലും ഒരു ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഒരു ഏകദേശം നമുക്ക് ആകെ പറയാൻ കഴിയുന്ന ആറ്റിങ്ങൽ മാത്രം. പക്ഷെ അതുപോലും ഈ വയനാടിൽ തട്ടി ചിലപ്പോൾ മാറ്റം വന്നേക്കാം. ഇനിയും വരേണ്ട വടകരയും ആലപ്പുഴയുമാണ്. ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ താല്പര്യം കൂടി പരിഗണിക്കും. എന്നാൽ ഇന്നിപ്പോൾ ചർച്ച ആരംഭിച്ചിരിക്കുന്നു. തീരുമാനമോ ലിസ്റ്റോ ഇന്ന് വരുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ല. സന്തോഷ്, ഒരുപക്ഷെ കോൺഗ്രസ് അവരുടെ ഏറ്റവും ഷുവർ സീറ്റുകളിൽ ഒന്നായി സംസ്ഥാനത്ത് പറയുന്ന സീറ്റാണ് വയനാട്. ആദ്യഘട്ടത്തിൽ ഇത് ഷാനിമോൾ ഉസ്മാന് ഈ സീറ്റ് നൽകും എന്ന തരത്തിലൊക്കെ സൂചനകൾ വന്നിരുന്നു. എന്നാൽ പിന്നീട് ടി സിദ്ദിഖിന് വേണ്ടി ഉമ്മൻചാണ്ടി കടുംപിടുത്തം എടുത്തതോടെയാണോ ഈ വയനാട് സീറ്റിനെ ചൊല്ലി മറ്റ് 3 സീറ്റുകളിലേക്ക് കൂടി സ്ഥാനാർത്ഥി നിർണയം അനിശ്ചിതത്വത്തിലായത്? ഈ വയനാടിന്റെ കാര്യത്തിൽ തീരുമാനമായ ശേഷം മാത്രമാണോ മറ്റ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൂടി കോൺഗ്രസിന് എത്താൻ കഴിയൂ എന്നാണോ ഇപ്പോഴത്തെ അവസ്ഥ? ഇതിലൊരു പ്രധാന പ്രശ്നം ഇതാണ്. അതായത് ജാതി മത ഗ്രൂപ്പ് പരിഗണന നോക്കുമ്പോൾ ഇതില് ഗ്രൂപ്പിന് 2 സീറ്റ്, ഗ്രൂപ്പിന് 2 സീറ്റ് എന്ന രീതിയിൽ, അതോടൊപ്പം തന്നെ ജാതിയുടെ അടിസ്ഥാനത്തിൽ കൂടി വിഭജനം ഈ 4 മണ്ഡലങ്ങളിൽ നടത്തണം. അതാണ് ഇപ്പൊ പ്രശ്നമായിരിക്കുന്നത്. കാരണം ഇതിപ്പോ ഈ നിലവിലെ ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഈ ഷാനിമോൾ ഉസ്മാനോ ടി സിദ്ദിഖിനോ 2 പേർക്കും സീറ്റ് നൽകിയിട്ട് തന്നെ വരും. അതോടൊപ്പം തന്നെ ഈഴവ വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് സീറ്റ് ഇല്ല എന്ന് പറയുന്നു. അപ്പൊ അവർക്ക് കൂടി ഇപ്പോൾ ഈ 4 സീറ്റുകളിൽ 2 എണ്ണം നൽകി പ്രശ്നം പരിഹരിച്ചേ മതിയാവുകയുള്ളൂ. അപ്പൊ അതാണ് ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു പ്രശ്നം. നമുക്ക് പുറമെ കാണുന്നത് പോലെ അത്രയല്ല. കോൺഗ്രസിനുള്ളിൽ പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളൊക്കെ അവർ പരിഗണിക്കും. അപ്പൊ അതുകൊണ്ട് ഈ 4 സീറ്റുകളിൽ ഈ ഇത്തരം സമവാക്യങ്ങൾ പരിഹരിച്ചേ മതിയാവുകയുള്ളൂ. ഈ ഗ്രൂപ്പ് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ടി സിദ്ദിഖിന് ഗ്രൂപ്പ് ആവശ്യപ്പെട്ടു. അപ്പൊ പകരം ഗ്രൂപ്പിന് അത്തരം ഒരു സ്ഥാനാർത്ഥി ഇല്ല. പകരം അബ്ദുൾ മജീദ് എന്ന KPCC ഭാരവാഹിയെ നമുക്ക് നോക്കാം എന്നറിയിച്ചിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പൊ ഷാനിമോൾ ഉസ്മാനിൽ ആ പേര് ഗ്രൂപ്പാണ് കൊണ്ടെത്തിച്ചത്. കാരണം ഗ്രൂപ്പുകാരിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് ഗ്രൂപ്പിനാകും. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോ അത്തരം ഭാഗങ്ങൾ കൂടി ഗ്രൂപ്പും ജാതിയും അതും ഒക്കെ നോക്കിക്കൊണ്ടുപോകുമ്പോൾ ഒരു ഫോർമുലയാണ് ഈ 4 ഗ്രൂപ്പുകൾ ഈ 4 മണ്ഡലങ്ങളിലായി രൂപീകരിക്കേണ്ടത്. എന്നാൽ മാത്രമേ
ഇത് വിജയത്തിലെത്താൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഉമ്മൻചാണ്ടി ആകട്ടെ 2 ദിവസം മുമ്പ് ചർച്ചകളൊക്കെ മതിയാക്കി പോയതാണ്. പക്ഷെ പിന്നീട് ഇത്തരം പ്രശ്നങ്ങൾ രൂക്ഷമായതുകൊണ്ടാണ് മടക്കി വിളിച്ചിരിക്കുന്നത്. ഇന്നിപ്പോ രാവിലെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ചർച്ചയിൽ പങ്കെടുക്കും, ചർച്ച ആരംഭിക്കും. നിലവിൽ ടി സിദ്ദിഖല്ലാതെ മറ്റൊരു ഒത്തുതീർപ്പിനും ഇല്ല എന്നാണ് ഉമ്മൻചാണ്ടി വ്യക്തമാക്കുന്നത്. ശരി, സന്തോഷ് സർലിംഗാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വയനാട് സീറ്റിനെ ചൊല്ലി കോൺഗ്രസിൽ രൂക്ഷമായ തർക്കമാണ് നടക്കുന്നത്. ടി സിദ്ദിഖിന് വയനാട് സീറ്റ് നൽകണമെന്ന ഉമ്മൻചാണ്ടിയുടെ കടുംപിടുത്തമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചിരിക്കുന്നത്. ഈ വയനാട് സീറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയതിനു ശേഷം മാത്രമേ മറ്റ് വടകര, ആറ്റിങ്ങൽ, ആലപ്പുഴ അടക്കമുള്ള മറ്റു സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസിന് എത്താൻ വേണ്ടി കഴിയും. ഗ്രൂപ്പ് പരിഗണനകളും ജാതി മത പരിഗണനകൾ അടക്കമുള്ള കാര്യങ്ങളിലൂടെയാണ് കോൺഗ്രസിന്റെ സഞ്ചാരം. ഇതെല്ലാം പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഈ സീറ്റ് നിർണയത്തിലേക്ക് എത്താൻ അവർക്ക് കഴിയൂ എന്നൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് കാസർഗോഡ് കോൺഗ്രസിൽ ഉയർന്ന കലാപം സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ഒതുക്കി. അഡ്വക്കേറ്റ് സുബൈറയ്ക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിന് പിന്നിൽ DCCയിലെ ചില ഉന്നത നേതാക്കൾ തന്നെയാണെന്ന് DCC ഭാരവാഹികൾ ആരോപണം ഉന്നയിച്ചു. സ്ഥാനാർത്ഥി ആര് തന്നെയായാലും കാസർഗോഡ് LDF മേൽക്കൈ തുടരുമെന്ന് സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രനും പറഞ്ഞു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചർച്ചകളിലെവിടെയും ഉയർന്നു വന്നിട്ടില്ലാത്തതാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേര്. എന്നാൽ കാസർഗോട്ടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ആദ്യം മുതൽ സജീവമായി നിന്നതാണ് KPCC അംഗം B സുബയ്യറയുടെ പേര്. പെരിയ ബാലകൃഷ്ണൻ, PC വിഷ്ണുനാഥ്, AP അബ്ദുള്ളക്കുട്ടി എന്നിവരുടെ പേരുകൾ പരിഗണിച്ചുവെങ്കിലും സുബയ്യറയ്ക്കായിരുന്നു മുൻതൂക്കം. DCC പ്രസിഡന്റ് ഹക്കിം കുന്നിൽ ഇടപെട്ട് സുബയ്യറയുടെ സീറ്റ് നിഷേധിച്ചുവെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് പരാതിയുണ്ട്. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ നായർ സുബയ്യറൈ ജില്ലയിൽ സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ ചിലർ കളിച്ചു എന്ന തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ട്. ആരോ ചിലരുടെ വ്യക്തമായ ചില കരുനീക്കങ്ങൾ ജില്ലക്കകത്ത് അദ്ദേഹം സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ വേണ്ടി നടത്തിയെന്ന് ഒരു എല്ലാവർക്കും ഒരു പൊതു സംസാരമുണ്ട്. DCC പ്രസിഡന്റിന്റെ ചില ചെയ്തികളോട് ഞങ്ങൾക്ക് ശക്തമായ എതിർപ്പുണ്ട്. ആ എതിർപ്പ് ഞങ്ങൾ KPCCയോട് ആ എതിർപ്പ് പലപ്പോഴും രേഖപ്പെടുത്തിയതാണ്. സുബയ്യറയ്ക്ക് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൽ കലാപം ഉയർന്നു. 18ഓളം DCC അംഗങ്ങളും ഭാരവാഹികളും രാജിക്കൊരുങ്ങിയെങ്കിലും ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഇടപെട്ട് പ്രതിഷേധക്കാരെ പിന്തിരിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ തുടക്കം കുറിക്കും. തെരഞ്ഞെടുപ്പിന് ശേഷം DCC പ്രസിഡന്റിനെ മാറ്റാമെന്ന് ഉറപ്പു ലഭിച്ചതായാണ് പ്രതിഷേധക്കാരുടെ അവകാശവാദം. അതിനാൽ രാജ്മോഹൻ ഉണ്ണിത്താന് വേണ്ടി തങ്ങൾ രംഗത്തിറങ്ങുമെന്നും അവർ വ്യക്തമാക്കി. പ്രതിഷേധമുണ്ടെങ്കിലും അഡ്വക്കേറ്റ് സുബയ്യറൈ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. UDF സ്ഥാനാർത്ഥി ആരായാലും LDFന് അത് പ്രശ്നമല്ലെന്നും മണ്ഡലത്തിലെ LDF മേൽക്കൈ ഒരു ഘട്ടത്തിലും നഷ്ടപ്പെടില്ലെന്നും സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. ഇവിടെ ആര് സ്ഥാനാർത്ഥിയായാലും അത് LDFന്റെ വിജയസാധ്യതയെ ബാധിക്കുന്നതല്ല. കോൺഗ്രസിനുണ്ടായ പ്രശ്നങ്ങൾ സ്വാഭാവികമായും കോൺഗ്രസ് പ്രവർത്തകന്മാരിൽ മനമെടുപ്പുണ്ടാക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സ്ഥാനാർത്ഥി ആരായാലും അത് LDFനെ ബാധിക്കുന്നതല്ല. LDF ഇതര വോട്ടുകൾ ഉൾപ്പെടെ LDFന് ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്. കല്യാശ്ശേരിയിൽ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന് ഇന്നലെ ലഭിച്ചത് ഊഷ്മളമായ സ്വീകരണം. ഇന്ന് ഉദുമ മണ്ഡലത്തിലാണ് സതീഷ് ചന്ദ്രന്റെ പര്യടനം. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. അതേസമയം തന്നെ BJPയിലും സ്ഥാനാർത്ഥി നിർണയം വളരെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. സ്ഥാനാർത്ഥി പട്ടിക ഇന്നുണ്ടായേക്കില്ല എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ശരത്ത് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. ശരത്ത്, പ്രത്യേകിച്ചും പത്തനംതിട്ട അടക്കമുള്ള മണ്ഡലങ്ങളെ ചൊല്ലി വലിയ ഭിന്നതയാണ് BJPയിൽ നിലനിൽക്കുന്നത്. പത്തനംതിട്ട സീറ്റ് കിട്ടിയില്ലെങ്കിൽ മത്സരിക്കാനില്ല എന്ന് MT രമേശ് അടക്കമുള്ളവർ പറയുന്നൊരു സാഹചര്യം. PS ശ്രീധരൻപിള്ള ഏകദേശം പത്തനംതിട്ട സീറ്റ് ഉറപ്പാക്കി എന്ന് പറയുന്ന വാർത്തകൾ ഇതൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. എന്താണ് BJPയുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരത്ത്? മനു, കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന നേതാക്കൾ കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്തിമമായ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഏകദേശ രൂപം നൽകിയിരുന്നു. ഈ പട്ടിക വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുമൊക്കെ തന്നെ നിലവിൽ നിൽക്കുകയാണ്. രാത്രിയോടുകൂടി ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കർ മരണപ്പെട്ടത്. തുടർന്ന് ദേശീയ നേതാക്കന്മാരെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഗോവയിലേക്കുള്ള യാത്രയിലാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ആ ഒരു സാഹചര്യത്തിൽ ദേശീയ ദുഃഖാചരണം വരെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ BJPയുടെ ദേശീയ തെരഞ്ഞെടുപ്പ് സമിതി ചേരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കേണ്ടതില്ല എന്നുള്ള നിലയിലേക്ക് BJP ദേശീയ നേതൃത്വം നീങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാരണം കേരളത്തിന്റെ കാര്യത്തിലുള്ളത്, നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ UDF കോൺഗ്രസിൽ മത്സരിക്കുന്ന 4 സീറ്റുകളിലെ പട്ടിക ഇതേവരെയായി വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ അവിടെ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്നതിനെ കൂടി ആശ്രയിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം അന്തിമമായ ഘട്ടത്തിലേക്ക് നീക്കാമെന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് BJPയുടെ സംസ്ഥാന നേതൃത്വമുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും പട്ടിക വൈകാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നത്. മനു,
ശരി, ശരത്താണ് വിവരങ്ങൾ നൽകിയത്. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഇന്നുണ്ടായേക്കില്ല എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. വലിയ തർക്കം ബി.ജെ.പിയും തുടരുകയാണ്. അന്തരിച്ച ഗോവൻ മുഖ്യമന്ത്രി മനോഹർ പരീക്കറുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് മിരാമർ ബീച്ചിൽ നടക്കും. പാൻക്രിയാസ് സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. മനോഹർ പരീക്കറുടെ നിര്യാണത്തിൽ രാജ്യത്ത് ഇന്ന് ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അനുശോചനം രേഖപ്പെടുത്തി. അനാരോഗ്യത്തിലും ഭരണരംഗത്ത് ചുമതലകൾ നിർവഹിച്ച വ്യക്തിയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അനുശോചിച്ചു. പാൻക്രിയാസിൽ രോഗം ബാധിച്ചതിനെ തുടർന്ന് യുഎസിലും ഇന്ത്യയിലുമായി വിദഗ്ധ ചികിത്സയിലായിരുന്ന മനോഹർ പരീക്കറുടെ മരണം പനാജിയിലെ വസതിയിലായിരുന്നു. 4 തവണ മുഖ്യമന്ത്രിയായിരുന്ന പരീക്കർ രാജ്യത്തെ ആദ്യ IIT ബിരുദധാരിയായ മുഖ്യമന്ത്രിയാണ്. ഗോവയിലെ മാപൂസയിൽ 1955 ഡിസംബർ 13 ജനിച്ച മനോഹർ പരീക്കർ RSSലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തി. മുംബൈ IITയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ അദ്ദേഹം BJPയിലൂടെ 1994 നിയമസഭാംഗമായി. രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിൽ 2000 ഒക്ടോബറിൽ BJP ആദ്യമായി ഗോവയിൽ ഭരണത്തിലെത്തിയപ്പോൾ പരീക്കറെയാണ് മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിച്ചത്. 2002 ഫെബ്രുവരിയിൽ നിയമസഭ പിരിച്ചുവിട്ടെങ്കിലും തെരഞ്ഞെടുപ്പിനെ തുടർന്ന് കൂട്ടുകക്ഷി മന്ത്രിസഭയെ നയിച്ച് ജൂണിൽ വീണ്ടും മുഖ്യമന്ത്രിയായി. തുടർന്ന് 2005 ഭരണം നഷ്ടപ്പെട്ടെങ്കിലും 2012 മൂന്നാം വട്ടം മുഖ്യമന്ത്രി സ്ഥാനത്തെത്തി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ പരീക്കർ 2014 നവംബർ മുതൽ 2017 മാർച്ച് വരെ ആ സ്ഥാനത്ത് തുടർന്നു. 2017 മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാനായി രാജിവെച്ച മനോഹർ പരീക്കർ തന്റെ സ്ഥിരം മണ്ഡലമായ പനജിയിൽ വിജയിച്ച് വീണ്ടും നിയമസഭാംഗമായി. ഗോവയിൽ മനോഹർ പരീക്കർക്ക് പകരക്കാരനെ കണ്ടെത്താൻ BJPയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് മാസങ്ങളായി ആശുപത്രിയിൽ കഴിയുകയായിരുന്ന പരീക്കറുടെ മരണം സംഭവിച്ചത്. ന്യൂസ് ഡെസ്ക്. മനോഹർ പരീക്കർ വിട പറഞ്ഞതോടെ BJP കടുത്ത പ്രതിസന്ധിയിൽ. മനോഹർ പരീക്കർ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് 3 MLA-മാരുള്ള ഗോവ ഫോർവേഡ് പാർട്ടി BJPക്ക് പിന്തുണ നൽകിയിരുന്നത്. അതുകൊണ്ടാണ് ആരോഗ്യാവസ്ഥ മോശമായിട്ടും പരീക്കറെ ഇത്രയും കാലം BJP മുഖ്യമന്ത്രിയായി നിലനിർത്തിയത്. 40-അംഗ നിയമസഭയിൽ ഇപ്പോൾ 37 MLA-മാരാണുള്ളത്. നിലവിൽ കോൺഗ്രസിന് 14ഉം BJPക്ക് 13 MLA-മാരുണ്ട്. 3 വീതം MLA-മാരുള്ള മഹാരാഷ്ട്രവാദി ഗോമതക് പാർട്ടിയെയും ഗോവ ഫോർവേഡ് പാർട്ടിയെയും NCPയുടെ ഏക MLA-യും ഒരു സ്വതന്ത്രയും ഒപ്പം നിർത്തിയാണ് BJP സർക്കാരുണ്ടാക്കിയത്. ഫോർവേഡ് പാർട്ടിയും സ്വതന്ത്ര MLA-മാരെയും ഒപ്പം നിർത്തി ഭരണം പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ്. മനോഹർ പരീക്കർ മുഖ്യമന്ത്രിയായതുകൊണ്ട് മാത്രമാണ് 3 MLA-മാരുള്ള ഗോവ ഫോർവേഡ് പാർട്ടി BJPക്കൊപ്പം പിന്തുണ നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആരോഗ്യാവസ്ഥ മോശമായിട്ടും പരീക്കറെ മുഖ്യമന്ത്രിയെ നിലനിർത്തി BJP അധികാരം മുന്നോട്ട് കൊണ്ടുപോയതും. BJP സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെന്നും തങ്ങളെ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നത് BJPയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കറെ മുഖ്യമന്ത്രിയാക്കാൻ BJP നീക്കം ശക്തമാക്കിയിട്ടുണ്ട്. ഘടകകക്ഷിയായ MGPയും പർസേക്കറെ പിന്തുണച്ചത് BJPക്ക് നേരിയ ആശ്വാസം നൽകുന്നുണ്ട്. കൂട്ടുകക്ഷി സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോൺഗ്രസിനെ സർക്കാരുണ്ടാക്കാൻ വിളിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ചന്ദ്രകാന്ത കവേൽക്കർ ഗവർണർ മൃദുല സിൻഹയ്ക്ക് കത്തയച്ചിട്ടുണ്ട്. ഭരണം പോകുകയാണെങ്കിൽ സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണത്തിലേക്ക് ഗോവ പോകുമെന്ന സൂചനയും പുറത്തുവരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനം ഇന്ന് പുറത്തിറങ്ങും. 91 ലോക്സഭാ സീറ്റുകളിലേക്കാണ് വിജ്ഞാപനം ഉണ്ടാവുക. 7 ഘട്ടങ്ങളിലായുള്ള തെരഞ്ഞെടുപ്പിൽ ഏപ്രിൽ 11-നാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, സിക്കിം, ഒഡീഷ എന്നീ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള പ്രഖ്യാപനവും ഇന്നുണ്ടാകും. വിജ്ഞാപനത്തിന് ശേഷം നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാൻ കഴിയും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് 25-ആണ്. മിന്നൽ ഹർത്താൽ ആഹ്വാനം ചെയ്തതിന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിനെ എതിരെയെടുത്ത കോടതി അലക്ഷ്യ കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കഴിഞ്ഞ 6-ന് കേസ് പരിഗണിക്കവേ ഡീനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. മിന്നൽ ഹർത്താലുകൾ തടഞ്ഞുകൊണ്ടുള്ള കേസിൽ കക്ഷിയല്ലായിരുന്നു എന്നത് മതിയായ ന്യായീകരണമാണോ എന്ന് കോടതി ചോദിച്ചിരുന്നു. മറ്റുള്ളവരുടെ മൌലികാവകാശങ്ങൾ നിഷേധിക്കാൻ ആർക്കും അവകാശമില്ലെന്നും പ്രകോപനം എന്തായാലും നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ഏത് ഹർത്താലിനും മുൻകൂർ നോട്ടീസ് നൽകണമെന്നും മുൻകൂർ നോട്ടീസ് നൽകുന്നത് ഹർത്താലിൽ അക്രമം നടത്താനുള്ള അനുമതിയല്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം മിന്നൽ ഹർത്താലുമായി ബന്ധപ്പെട്ട് ഡീൻ കുര്യാക്കോസിനെതിരെ 193 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി സർക്കാരും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ശ്രീവരാഹത്ത് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി അർജുൻ പോലീസ് പിടിയിൽ. ഫോർട്ട് CIയുടെ നേതൃത്വത്തിൽ ഒളിവിലായിരുന്ന പ്രതിയെ ഇന്ന് പുലർച്ചെയാണ് പിടികൂടിയത്. മയക്കുമരുന്ന് സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനിടെയാണ് ശ്യാം കുത്തേറ്റ് മരിച്ചത്.
വിവരങ്ങളുമായി റിനു ചേരുന്നുണ്ട്. റിനു, എവിടെ നിന്നാണ് ഇയാളെ പിടിയിലായത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? മനു, ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് അർജുനെ ഫോർട്ട് പോലീസ് സ്റ്റേഷൻ പോലീസ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. നമുക്കറിയാം, കഴിഞ്ഞ 14-ാം തീയതി അർദ്ധരാത്രിയോടുകൂടിയാണ് ശ്യാം എന്ന മണിക്കുട്ടനെ ഈ അർജുൻ കുത്തി കൊലപ്പെടുത്തിയത്, ബിയർ കുപ്പി പൊട്ടിച്ച് കുത്തി കൊലപ്പെടുത്തിയത്. അതിനുശേഷം ഇദ്ദേഹം അർജുൻ ഒളിവിൽ പോയിരിക്കുകയായിരുന്നു. പോലീസ് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തും അതുപോലെ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ ഒളിവ് കഴിഞ്ഞ വിവിധ കേന്ദ്രങ്ങളിലും അന്വേഷണം നടത്തിയെങ്കിലും അർജുനെ പിടിക്കാനായില്ല എന്നുള്ളതാണ്. എന്നാൽ രഹസ്യമായൊരു വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ പരിസര പ്രദേശത്ത് നിന്നാണ് അർജുനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അർജുൻ ഇപ്പോൾ ഫോർട്ട് പോലീസ് സ്റ്റേഷൻ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടു കൂടി കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നേരത്തെ തന്നെ അർജുനെ ആക്രമിച്ച കുത്തേറ്റ് മരിച്ച ശ്യാമിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള മനോജ്, രജിത്ത് എന്നിവരെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അർജുനെ കൂടി പിടികൂടുമ്പോൾ ഈ സംഘടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 പേര് ഇതിനോടകം തന്നെ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്. മയക്ക് മരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ടുള്ള വാക്കുതർക്കങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഷ്യം. ശരി, റിനുവാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. ആദ്യഘട്ട പ്രചാരണത്തിൽ തന്നെ മലയോര ജനതയുടെ മനം കവർന്ന ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. കാർഷിക തോട്ടം മേഖലകളിൽ മികച്ച സ്വീകരണമാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി പിന്തുണയ്ക്കുന്ന ജോയ്സിന് ലഭിക്കുന്നത്. ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പ്രചരണം ആരംഭിച്ചു. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല, ദേവികുളം, ഇടുക്കി, പീരുമേട്, തൊടുപുഴ നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം മണ്ഡലങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം. ഇടത് സ്ഥാനാർത്ഥി സിറ്റിംഗ് MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് മണ്ഡലത്തിലെ ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കി. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അനുകൂലമായ സാഹചര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ളത്. എല്ലാ ഘടകങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണയുണ്ട്. ആ ആളുകളുടെ വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സഹായവും ഈ പ്രാവശ്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വനിതാ പാർലമെന്റിന്റെ പിന്തുണയും പ്രചാരണ രംഗത്ത് ജോയ്സിന് കരുത്താണ്. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ പ്രചാരണത്തിന് ഞായറാഴ്ച തുടക്കമായി. 100% ഈ പാർലമെന്റ് മണ്ഡലം ഐക്യമുന്നണിക്ക് അനുകൂലമാണ്. ഡീൻ PJ ജോസഫുമായി കൂടിക്കാഴ്ച നടത്തി. LDF സ്ഥാനാർത്ഥിയുടെ ആദ്യഘട്ട പ്രചാരണം പൂർത്തിയായപ്പോഴാണ് UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന് തുടക്കമായത്. ഇനി NDA സ്ഥാനാർത്ഥി ആരെന്ന് വ്യക്തമാകുന്നതോടെ മണ്ഡലത്തിൽ പ്രചാരണം കൂടുതൽ ശക്തമാകും. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. ജന്മനാടിന്റെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി വടകര LDF സ്ഥാനാർത്ഥി P. ജയരാജന്റെ മണ്ഡല പര്യടനം. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ എത്തിയതായിരുന്നു P. ജയരാജൻ. കൂത്തുപറമ്പ്, പാനൂർ മേഖലയിലെ രക്തസാക്ഷി കുടുംബങ്ങളെയും P. ജയരാജൻ സന്ദർശിച്ചു. കൂത്തുപറമ്പുകാർക്ക് കുടുംബാംഗത്തെ പോലെയാണ് P. ജയരാജൻ. നാടിന്റെ ജനമനസ്സറിഞ്ഞ പ്രിയ നേതാവിന്റെ വലിയ വിജയം കാണാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും. വടകരയുടെ ജനമനസ് തേടിയുള്ള P. ജയരാജന്റെ പര്യടനം കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ എത്തിയപ്പോൾ എങ്ങും ലഭിക്കുന്നത് സ്നേഹോഷ്മളമായ സ്വീകരണം. 3 തവണ P. ജയരാജനെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ നിയമസഭയിൽ എത്തിച്ച കൂത്തുപറമ്പ് നിയോജക മണ്ഡലം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ചരിത്രം ആവർത്തിക്കാൻ ഒരുങ്ങുകയാണ്. പ്രചരണത്തിൽ P. ജയരാജൻ ഏറെ മുന്നിലെത്തിക്കഴിഞ്ഞു. വലിയ നിലക്കുള്ള സ്വീകാര്യതയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് ലഭിക്കുന്നത്. അത് പൊതുവിലുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കൂടിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കന്നി വോട്ടർമാരായിട്ടുള്ള ആളുകൾ അവർ ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആവേശകരമായിട്ടുള്ള അനുഭവമാണ് ഈ പര്യടനത്തിലുണ്ടായിട്ടുള്ളത്. കൂത്തുപറമ്പ്, പാനൂർ മേഖലകളിലെ രക്തസാക്ഷി കുടുംബങ്ങളെയും P. ജയരാജൻ സന്ദർശിച്ചു. പാട്യം, മൊകേരി ഈസ്റ്റ്, പാനൂർ, പുത്തൂർ, ചെറുവാഞ്ചേരി, കോട്ടയം സൗത്ത്, കോട്ടയം നോർത്ത്, കൂത്തുപറമ്പ് ഈസ്റ്റ്, കൂത്തുപറമ്പ് വെസ്റ്റ് തുടങ്ങിയ മേഖലകളിലായിരുന്നു വോട്ടർമാരെ നേരിട്ട് കണ്ടുകൊണ്ടുള്ള പര്യടനം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.